السلام عليكم ورحمة الله وبركاته. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നുമോള് സയ്യിദത്തുന ഫാത്തിമ അസ്സഹ്റ റളിയല്ലാഹു അൻഹ ബഹുമാനപ്പെട്ടവർ വഫാത്തായ ദിവസമാണ് റമദാൻ 3. ഒരു റമദാൻ 3 മാത്രം ഓർക്കേണ്ടവരല്ല ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. എന്നിരുന്നാലും മുഅ്മിനീങ്ങൾ അവിടുത്തെ വഫാത്ത് ദിവസം വരുമ്പോൾ ഓർക്കുകയും അവർക്ക് യാസീൻ ഓതി ദുആ ചെയ്യുകയും ചെയ്യുക എന്നത് ബാധ്യതയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആശിഖത്തായ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നുമോളോടൊപ്പം നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. മഹദി ജനിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 35-ാമത്തെ വയസ്സിൽ നുബുവത്തിൻ്റെ 5 വർഷം മുമ്പ് ജുമാദൽ ഉഖ്റ 20 വെള്ളിയാഴ്ച ദിവസമാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അന്ന് 35 വയസ്സായിരുന്നു. അത് കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞിട്ടാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബുവത്ത് ലഭിച്ചത്. അവിടുന്ന് വഫാത്തായത് ഹിജ്റയുടെ 11-ാമത്തെ വർഷം റമദാൻ 3 ആണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ വഫാത്തായത്. അവിടുന്ന് വഫാത്താകുമ്പോൾ എത്ര വയസ്സായിരുന്നു എന്നതിൽ ചരിത്രകാരന്മാർക്കിടയിൽ ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. 28, 29 എന്നൊക്കെ. ഏതായിരുന്നാലും 30 വയസ്സാകുന്നതിന് മുമ്പ്, 30-ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ 30 വയസ്സാകുന്നതിന് മുമ്പ് അവിടുന്ന് ലോകത്തോട് വിട പറഞ്ഞു. ആ ചെറിയ പ്രായത്തിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തെത്തിയ മഹദിയാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടത്തെ കുറിച്ച് പറഞ്ഞ ഹദീസുകൾ തന്നെ അവിടുത്തെ ശ്രേഷ്ഠത മനസ്സിലാക്കാൻ മതി. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖൈറു നിസാഇൽ ആലമീന 4 മറിയമു വ ആസിയതു വ ഖദീജതു വ ഫാത്തിമ. ലോകത്തുള്ള പെണ്ണുങ്ങൾ സ്ത്രീകളിൽ ഏറ്റവും ശ്രേഷ്ഠരായവർ 4 പേര്. ഒന്ന് മറിയം ബീവി റളിയല്ലാഹു അൻഹ, ആസിയ ബീവി റളിയല്ലാഹു അൻഹ, ഖദീജ റളിയല്ലാഹു അൻഹ, ഫാത്തിമ ബീവിയുടെ ഉമ്മ ഉമ്മുൽ മുഅ്മിനീൻ ഖദീജത്തുൽ കുബ്ര, വ ഫാത്തിമത്തു അവിടുത്തെ മോള് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മകള് ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹ. ഹബീബായ തങ്ങൾ പറയുന്നു, അഹബ്ബു അഹ്ലി ഇലയ്യ ഫാത്തിമത്തു. എൻ്റെ കുടുംബത്തിൽ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ, ഇഷ്ടപ്പെട്ടവർ ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ്. അത് മതിയല്ലോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് പറഞ്ഞത്. വീണ്ടും പറയുന്നു, സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്നത്തി ഫാത്തിമത്തു. സ്വർഗീയ ആളുകളിൽ, സ്വർഗത്തിലെ പെണ്ണുങ്ങളുടെ നേത്രിയാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. അവരുടെ സയ്യിദത്താണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. സ്വർഗത്തിലെ റാണിമാരുടെ നേതൃരംഗത്തുള്ളവർ, നേതൃസ്ഥാനത്തുള്ളവർ ബഹുമാനപ്പെട്ട സയ്യിദത്തുന ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ്. ഒരിക്കൽ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, യാ ഫാത്തിമ ഇന്നല്ലാഹ യഗ്ളബു ലിഗളബികി. ഫാത്തിമ, അങ്ങ് ദേഷ്യം പിടിച്ചാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ദേഷ്യം പിടിക്കും. അങ്ങയുടെ വെറുപ്പ് അല്ലാഹുവിൻ്റെ വെറുപ്പാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വീണ്ടും നബി തങ്ങൾ പറയുന്നു, അൽ മഹ്ദിയു മിൻ അത്റതി മിൻ വൽദി ഫാത്തിമ. അവസാന സമയത്ത് വരുന്ന ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു എൻ്റെ കുടുംബ പരമ്പരയിലാണ്, ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മക്കളിൽ. വീണ്ടും നബി തങ്ങൾ പറയുന്നു, ഫാത്തിമത്തു ബിൽഅത്തു മിന്നി യുരീബുനി മാ റബഹ വയുദീനി മാ ആദാഹ.
ഫാത്തിമ റളിയല്ലാഹു അൻഹ എൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ്, എൻ്റെ കരളിൻ്റെ കഷ്ണമാണ്. അവർക്കുണ്ടാകുന്ന പ്രയാസം എനിക്കുള്ള പ്രയാസമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വീണ്ടും നബി തങ്ങൾ പറയുന്നു, ഉൻസിലത്ത് ആയത്തു തത്ഹീരി ഫീ ഖംസത്തിൻ ഫിയ വഫി അലിയിൻ വഹസനിൻ വഹുസൈനിൻ വഫാത്തിമ റളിയല്ലാഹു അൻഹും. പരിശുദ്ധമായ ആയത്തു തത്ഹീർ എന്ന് പറഞ്ഞാൽ അഹ്ലു ബൈത്തിനെ കുറിച്ച് പരിശുദ്ധമായ ഖുർആനിൽ വന്ന ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകും റിജ്സ അഹ്ലൽ ബൈത്തി വയുതഹിറകും തത്ഹീറ എന്ന പരിശുദ്ധമായ ആയത്ത് ഞങ്ങൾ 5 പേരിൽ ഇറങ്ങിയതാണ്. അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിയ എൻ്റെ കാര്യത്തിലും വഫി അലിയിൻ അലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചും ഹസൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചും ഫാത്തിമ റളിയല്ലാഹു അൻഹയെ കുറിച്ചുമാണ്. വീണ്ടും പറയുന്നു, ഫാത്തിമത്തു ബഹജത്തു ഖൽബി വബനാഹ തമറത്തു ഫുആദി. ഫാത്തിമ റളിയല്ലാഹു അൻഹ എൻ്റെ ഹൃദയത്തിൻ്റെ സന്തോഷമാണ്. വബനാഹ തമറത്തു ഫുആദി, അവരുടെ 2 മക്കൾ ഹസൻ റളിയല്ലാഹു അൻഹും ഹുസൈൻ റളിയല്ലാഹു അൻഹും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗമാണ്, എൻ്റെ ഹൃദയത്തിൻ്റെ സന്തോഷമാണ്. വീണ്ടും പറയുന്നു, ഫാത്തിമത്തു യാ ഫാത്തിമ അൻതി അവ്വലു അഹ്ലി ബൈതി ലുഹൂഖൻ ബി. ഫാത്തിമ, വഫാത്തിൻ്റെ മുമ്പ് പറയാം, നിങ്ങളായിരിക്കും എൻ്റെ കുടുംബത്തിൽ നിന്ന് എന്നോട് ഏറ്റവും അടുക്കുന്നത്, ഏറ്റവും ആദ്യം എന്നിലേക്ക് ചേരുന്നവർ അങ്ങാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. നബി തങ്ങൾ പറയുന്നു, ഫാത്തിമത്തു ബിദ്അത്തും മിന്നി ഫമൻ അഗ്ളബഹാ അഗ്ളബനി. ഫാത്തിമ എൻ്റെ കരളിൻ്റെ കഷ്ണമാണ്, എൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ്. അവരെ ആരെങ്കിലും വെറുത്താൽ, അവരോട് ആർക്കെങ്കിലും വെറുപ്പുണ്ടായാൽ, ദേഷ്യമുണ്ടായാൽ, ആ ദേഷ്യം എന്നോടാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഹൃദയത്തിലുണ്ടാകുന്ന വെറുപ്പ്, ആ വെറുപ്പ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ മഹ്ശറയിലുള്ളൊരു അനുഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുമ്പേ പറഞ്ഞു വെക്കുന്നു. ഇദാ കാന യൗമുൽ ഖിയാമത്തി, ഖിയാമത്ത് നാളാകുമ്പോൾ, ലോകത്ത് ആദം നബി അലൈഹിസ്സലാം മുതൽ ഖിയാമത്ത് നാൾ അവസാനം വരെ വരുന്ന മനുഷ്യകുലത്തിലെ ആളുകൾ മുഴുവനും, ജിന്നുവർഗവും മലക്കുകളെല്ലാം ഒരുമിച്ച് കൂടുന്ന സമയത്ത്, യുനാദി മുനാദിൻ നാദാ മുനാദിൻ, വിളിച്ചു പറയുന്ന ഒരാൾ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം വിളിച്ചു പറയും, യാ അഹ്ലൽ ജംഇ, മഹ്ശറയിൽ ഒരുമിച്ച് കൂടിയവരെ, ഗുല്ലു അബ്സാറക്കും, നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ അടക്കണം. നിങ്ങളുടെ ഹത്താ തമുറ ഫാത്തിമത്തു റളിയല്ലാഹു അൻഹ, ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ കടന്നു പോകുന്നത് വരെ. കാരണം എൻ്റെ ഹബീബിൻ്റെ മോളെ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ ഭൂമി ലോകത്താരും കണ്ടിട്ടില്ല, അന്യപുരുഷന്മാരതുകൊണ്ട് ഇവിടെയും ആരും കാണാൻ പാടില്ല. ആ റാണിയെ നമ്മൾ സൂക്ഷിക്കുന്നു. 70,000 മലക്കുകളുടെ അകമ്പടിയോടെ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ മഹ്ശറയിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോകുന്ന സമയത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയും, വല്ലു അബ്സാറക്കും, നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ അടക്കുക മഹ്ശറയിലുള്ളവരെ. ഹത്താ തമുറ ഫാത്തിമ, ഫാത്തിമ റളിയല്ലാഹു അൻഹ പോകട്ടെ. നബി തങ്ങൾ പറയുന്നു, അവ്വലു മൻ ദഖലൽ ജന്ന ഫാത്തിമ, എൻ്റെ ശേഷം സ്വർഗത്തിലേക്ക് ആദ്യം പ്രവേശിക്കുന്നവർ ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരെ സ്നേഹിച്ച് അവരോടൊപ്പം നമ്മളെപ്പോ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരിൽ ഉൾപ്പെടുത്തട്ടെ. വീണ്ടും പറയുന്നു, ഇന്നല്ലാഹ അസ്സ വജല്ല ഫതമ ഇബ്നതി ഫാത്തിമ വവൽദഹ വമൻ അഹബ്ബഹും മിനൻ നാരി ഫലിദാലിക സുമിയത് ഫാത്തിമ. നിശ്ചയമായും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എൻ്റെ മോളെയും എൻ്റെ മോള് ഫാത്തിമ റളിയല്ലാഹു അൻഹയെ, അവരുടെ മക്കളെയും അവരെ സ്നേഹിക്കുന്നവരെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നരകത്തിൽ നിന്ന് മുറിച്ചിരിക്കുന്നു. ഫലിദാലിക സുമിയത് ഫാത്തിമ, അതുകൊണ്ടാണ് അവർക്ക് ഫാത്തിമ എന്ന പേര് വന്നത്. ഫാത്തിമ റളിയല്ലാഹു അൻഹയെ, അവരുടെ മക്കളെ, അവരെ സ്നേഹിക്കുന്നവരെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നരകവുമായുള്ള ബന്ധം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മുറിച്ചിരിക്കുന്നു. ഫാത്തിമത്തു അൻതി അവ്വലു അഹ്ലി ബൈതി ലുഹൂഖൻ ബി. ഫാത്തിമ, നിങ്ങളാണ് ഈ കുടുംബത്തിൽ നിന്ന് ആദ്യമായി എൻ്റെ അടുത്തേക്ക് വരുന്നവർ. വീണ്ടും പറയുന്നു, അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫാത്തിമത്തു ഹൗറാഉ ആദമിയത്തുൻ ലം തഹിൽ വലം തത്മിത്. എൻ്റെ മോള് ഫാത്തിമ റളിയല്ലാഹു അൻഹ ഭൂമി ലോകത്തുള്ള
മനുഷ്യർക്കിടയിലെ മനുഷ്യർക്കിടയിലുള്ള ഹൂരി പെണ്ണാണ് സൗന്ദര്യവതിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ. സ്വർഗത്തിലെ ഹുർലിങ്ങളിൽപ്പെട്ട സ്ത്രീകൾക്ക് അവർക്ക് അശുദ്ധമായ രക്തമൊന്നും ഉണ്ടാകൂല, ആർത്തവ രക്തമൊന്നും എന്ന് പറഞ്ഞതുപോലെ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ഭൂമി ലോകത്ത് ഉള്ള ഹൂരി പെണ്ണാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലം തഹിദ് വലം തത്മിത്, അവിടത്തേക്ക് ആർത്തവരക്തമോ പ്രസവരക്തമോ ഉണ്ടായിട്ടില്ല. ഹസൻ റളിയല്ലാഹു തആല അൻഹുവിനെ പ്രസവിക്കുമ്പോൾ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പതിവ് അനുസരിച്ച് ഓരോ ജമാഅത്ത് നമസ്കാരം കഴിഞ്ഞാൽ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് ളുഹ്ർ നമസ്കാരത്തിന് വേണ്ടി അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൻ നബവിയിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ അലി റളിയല്ലാഹു തആല അൻഹു വീട്ടിലേക്ക് പോകുമ്പോൾ അലി റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് വരുന്നു. എന്താണ് ഫാത്തിമയുടെ വർത്തമാനം എന്ന് ചോദിക്കുന്നു. ബഹുമാനപ്പെട്ടവർ ആ സമയത്ത് പ്രസവിച്ചിരിക്കുന്നു, ആൺകുഞ്ഞിനെ പ്രസവിച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ വെച്ച് തന്നെ ഹസൻ എന്ന പേരിടുകയൊക്കെ ചെയ്തു. ഹദീസ് കാണാം ബുഖാരി ഇമാം റളിയല്ലാഹു തആല അൻഹുവിൻ്റെ അൽ അദബുൽ മുഫ്രദ്. വീട്ടിലേക്ക് ചെന്ന സമയത്ത് സാധാരണ അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം കഴിഞ്ഞാലും യാത്ര കഴിഞ്ഞാലും ഒക്കെ പൊന്നുമോളുടെ അടുത്തേക്കാണ് ആദ്യം ചെല്ലുക. അതുപോലെ വീട്ടിലേക്ക് ചെന്നപ്പോൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ കുഞ്ഞിനെ പ്രസവിച്ച് കുളിച്ച്, പ്രസവം കഴിഞ്ഞാന്ന് കുളിക്കുമല്ലോ, കുളി കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് ളുഹ്ർ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്നു. അതുപോലെ ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പ്രസവം ഇതുപോലെയായിരുന്നുവെങ്കിൽ ഹുസൈൻ റളിയല്ലാഹുവിനെ പ്രസവിക്കുന്ന സമയത്ത് അസർ നമസ്കാരത്തിൻ്റെ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലെ വീട്ടിലേക്ക് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് നമസ്കാരം കഴിഞ്ഞ് ചെല്ലുമ്പോൾ അലി റളിയല്ലാഹു തആല അൻഹുവിനെ വഴിയിൽ വെച്ച് കാണുന്നു. വിവരങ്ങൾ അന്വേഷിക്കുന്നു. വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ പൊന്നുമോനെ പ്രസവിച്ച് ഹുസൈൻ റളിയല്ലാഹുവിനെ പ്രസവിച്ച് കുളി കഴിഞ്ഞ് അസ്ർ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു നമസ്കാരം പോലും അവിടത്തേക്ക് ഖളാ ആയിട്ടില്ല. സാധാരണ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന തടസ്സം അവിടത്തേക്ക് ഉണ്ടായിട്ടില്ല. ഫാത്തിമത്തു ഹൗറാ ആദമിയത്തുൻ ലം തഹിദ് വലം തത്മിസ്, എൻ്റെ മോള് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ഭൂമി ലോകത്തെ ഹൗറ ആണ്, ഹൂറിൽ ഈങ്ങളിൽപ്പെട്ട പെണ്ണാണ്, ഇവിടെയുള്ള ഹൂരി പെണ്ണാണ്. ലം തഹിദ് വലം തത്മിസ്, അവിടത്തേക്ക് ആർത്തവരക്തമോ പ്രസവരക്തമോ ഉണ്ടായിട്ടില്ല. വീണ്ടും അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, കമുല മിൻ റിജാലി കസീറു, ആണുങ്ങൾക്കിടയിൽ ഒരുപാട് ആളുകൾ കാമിര്യങ്ങളായിട്ടുണ്ട്, ഉന്നതമായ ശ്രേഷ്ഠതയിൽ എത്തിയിട്ടുണ്ട്, ഉന്നത ശ്രേണിയിലെത്തിയിട്ടുണ്ട്. പക്ഷേ വലം യകും മിനൽ നിസാഇ ഇല്ലാ അർബഅ, സ്ത്രീകളിൽ നിന്ന് 4 പേരാണ് മാത്രമേ ഉന്നതമായ സ്ഥാനത്തെത്തിയിട്ടുള്ളൂ, പൂർണ്ണതയിലെത്തിയിട്ടുള്ളൂ. മറിയമു വ ആസിയത്തു വ ഖദീജത്തു വ ഫാത്തിമ റളിയല്ലാഹു അൻഹുന്ന, മറിയം ബീവി റളിയല്ലാഹു അൻഹയും ആസിയ റളിയല്ലാഹു തആല അൻഹയും ഖദീജ റളിയല്ലാഹു തആല അൻഹയും ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയും. ഫാത്തിമ വീണ്ടും പറയുന്നു, ഫാത്തിമത്തു സയ്യിദത്തു നിസാഇ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിലുള്ള സ്ത്രീകളുടെ മൊത്തം സയ്യിദത്താണ് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ. ഇങ്ങനെ ഒരുപാട് ഹദീസുകൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളുടെ പൊന്നുമോളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ. ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് പേരുകളുണ്ട് ബഹുമാനപ്പെട്ടവർക്ക്. അവിടുത്തെ വഫാത്ത് പ്രത്യേകമായി ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കാം മറ്റൊരു ക്ലിപ്പിലായി, ഒരു വോയിസ് മെസ്സേജിലായി. ഫാത്തിമ എന്ന പേരിടാൻ കാരണം ഖതീബുൽ ബഗ്ദാദി, ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹും അവരൊക്കെ വിശദീകരിക്കുന്നുണ്ട്. ഇന്നല്ലാഹ സമ്മാഹാ ഫാത്തിമ ലിഅന്നഹു ഫതമഹാ വമുഹിബ്ബിഹാ അനിന്നാരി. നേരത്തെ നമ്മൾ ഹദീസ് ഓതിയതുപോലെ ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാക്ക് ആ പേര് ലഭിക്കാൻ കാരണം അവരെയും അവരെ സ്നേഹിക്കുന്നവരെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നരകവുമായുള്ള ബന്ധം മുറിച്ചിരിക്കുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരെ സ്നേഹിക്കുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തി നമ്മയും സ്വർഗത്തിന്റെ യഥാർത്ഥ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ ലിഖാ ലഭിക്കുന്ന മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ.
അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഇമാം ദൈലമി അവിടുത്തെ കിതാബിൽ ഉദ്ധരിക്കുന്നുണ്ട്. ഇന്നമാ സുമ്മിയത്ത് ഫാത്തിമത്തു ലിഅന്നല്ലാഹ ഫതമഹ വമുഹിബ്ബിഹ അനിന്നാരി. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയും അവരെ സ്നേഹിക്കുന്നവരെയും നരകത്തിൽ നിന്നും ഉള്ള ബന്ധം മുറിച്ചിരിക്കുന്നു. അതുകൊണ്ട് മുറിക്കുന്നവരെ ഫാത്തിമ ബീവി. ഇമാം മുഹിബ്ബുത് തുബരി റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ടവരുടെ ദഖായിറുൽ ഉഖ്ബ എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുക, ഇന്നല്ലാഹ ഫതമഹ വവൽദഹ അനിന്നാരി. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയും അവരുടെ മക്കളെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നരകത്തിന്റെ ബന്ധത്തിൽ നിന്ന് മുറിച്ചിരിക്കുന്നു. ഇതാണ് അവരുടെ പേര്. പിന്നെ ഒരു സ്ഥാനപ്പേരായി ഹദീസുകളിൽ ഒരുപാട് വന്നിട്ടുണ്ട്. വളരെ പ്രസിദ്ധമായ പേരാണ് അസ്സഹ്റ. അറബികൾ ഈ വെളുപ്പ് കലർന്ന് ചുവപ്പ് നിറത്തിലുള്ള ആളുകളെ അസ്ഹർ എന്നാണ് വിളിക്കുക. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പോലെ അതേ രൂപമായിരുന്നു ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടേതും. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുന്നത് പോലെ, അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുഞ്ചിരിക്കുന്നത് പോലെ, അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നടത്തം ഒക്കെ അതുപോലെ. അതുകൊണ്ട് തന്നെ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാക്ക് സഹ്റാ വെളുപ്പ് കലർന്ന ചുവപ്പ് നിറം, ചുവപ്പ് കലർന്ന വെളുപ്പ് നിറം, വെളുപ്പ് കലർന്ന ചുവപ്പ് നിറമല്ല, ചുവപ്പ് കലർന്ന വെളുപ്പ് നിറം. മഹാന്മാർ പറയുന്നത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പിന്നെ ചുവപ്പ് കലർന്ന വെളുപ്പ് നിറം ആയതുകൊണ്ടല്ല ആ പേര് നൽകിയത് അള്ളാഹുവിൻ്റെ ഹബീബാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫാത്തിമത്തു തസ്ഹറു ലി അഹ്ലി സമാഇ കമാ തസ്ഹറു നുജൂമു ലി അഹ്ലിൽ അർളി. ആകാശ ലോകത്തുള്ള ആളുകൾക്ക്, മലക്കുകൾക്ക് ഭൂമി ലോകത്ത് നിന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകാശത്തിൽ കാണുന്നത് കൊണ്ട് അവിടത്തേക്ക് ഹബീബായ തങ്ങളെ പേര് നൽകി സഹ്റ എന്ന്. ആകാശലോകത്തുള്ള മലക്കുകൾ ഭൂമിയിലേക്ക് നോക്കുന്ന സമയത്ത് ഇവിടെ ഇബാദത്ത് ചെയ്യുന്ന ആളുകളെ പ്രകാശപൂരിതമായി കാണും. അവരിൽ ഏറ്റവും പ്രകാശമുള്ളവരായി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ കണ്ടതുകൊണ്ട് അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടത്തേക്ക് പേര് നൽകി അസ്സഹ്റ. ഇവിടെ ദിക്റിന്റെ മജ്ലിസുകൾ, സ്വലാത്തിന്റെ മജ്ലിസുകൾ മലക്കുകൾക്ക് പ്രകാശപൂരിതമായിട്ട് കാണുമെന്നാണ്. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ സുഹുദ് കൊണ്ടും അവിടുത്തെ വറഅ കൊണ്ടും അവിടുത്തെ ഇബാദത്ത് കൊണ്ടും മഹാനായ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആകാശലോകത്തുള്ള ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ ആകാശലോകത്തുള്ള മലക്കുകൾ പ്രകാശിച്ചുകൊണ്ട് കാണുന്നു. അവർക്ക് ഇങ്ങോട്ട് നോക്കുമ്പോൾ അവിടുത്തെ നൂറ് കാണുന്നു. അതുകൊണ്ട് അവിടുത്തെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹ്റ എന്ന് വിളിച്ചു. അതുകൊണ്ട് തന്നെ വളരെ ഇബാദത്ത് ചെയ്യുന്നവരായിരുന്നു ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ. ഇബാദത്തുകളിൽ തന്നെ പ്രത്യേകമായ ഇബാദത്തുകളുണ്ട്. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ കിതാബുകളുണ്ട്. തസ്ബീഹുസ് സഹ്റ, സഹ്റ റളിയല്ലാഹു തആല അൻഹയുടെ തസ്ബീഹ്, അവിടുത്തെ ദുആ, അവിടുത്തെ ഇബാദത്ത് എന്ന് പറയുന്ന ഗ്രന്ഥങ്ങൾ വരെ ഉണ്ട്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ പേരാണ് സഹ്റ എന്ന് പറയുന്നത്. പ്രകാശിക്കുന്നവരായതുകൊണ്ട് അല്ല, ചുവപ്പ് കലർന്ന വെളുപ്പ് നിറായതുകൊണ്ട് അറബികൾ വിളിക്കുന്നത് പോലെ, അറബികൾ അങ്ങനെയുള്ള ആളുകളെ അസ്ഹർ എന്ന് പറയുന്നത് പോലെ അതിൻ്റെ സ്ത്രീലിംഗമായി സഹ്റ എന്നവരെ സ്ഥാനമായി ആളുകൾ വിളിക്കാൻ തുടങ്ങി. മറ്റൊരു പേര്, സ്ഥാനപ്പേരാണ് ബത്തൂൽ. ബത്തൂൽ ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു ഒക്കെ ശറഹ് മുസ്ലിമിൽ പറയുന്നുണ്ട്, അത്തബത്തുലു ഹുവൽ ഇൻഖിതാഉ അനിൻ നിസാഇ. ഒരാള് എല്ലാം ഒഴിവാക്കി ജീവിക്കുന്നതിനാണ് തബത്തുൽ എന്ന് പറയാം. അപ്പം ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാക്കും മറിയം റളിയല്ലാഹു തആല അൻഹു ഒക്കെ ആ പേര് നൽകിയിട്ടുണ്ടല്ലോ എന്നതിനെ കുറിച്ച് ബഹുമാനപ്പെട്ടവർ ചർച്ച ചെയ്യുന്നുണ്ട്. വമിൻഹു മറിയമുൽ ബത്തൂൽ വഫാത്തിമത്തുൽ ബത്തൂൽ റളിയല്ലാഹു അൻഹുമാ ലിൻഖിതാഇഹിമാ അൻ-നിസാഇ സമാനിഹിമാ ദീനൻ വഫളൻ വറഗബതൻ ഫിൽ ആഖിറ. ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയും മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയും അവരുടെ കാലത്തുള്ള മറ്റു സ്ത്രീകളെക്കാളും ദീനിന്റെ കാര്യത്തിലും ഇബാദത്തിന്റെ കാര്യത്തിലും ശ്രേഷ്ഠതയുടെ കാര്യത്തിലും മറ്റുള്ളവരിൽ നിന്ന് മാറി നിന്നതുകൊണ്ട്
ഒഴിവായതുകൊണ്ട്, അവരെക്കാളും ഉന്നതമായ മഹത്വമായ സ്ഥാനത്തുണ്ടായതുകൊണ്ട് അവർക്ക് ബത്തൂൽ എന്ന പേര് ലഭിച്ചു. പൂർണ്ണമായി അള്ളാഹുവിലേക്ക് ചേർന്നവർ, മുറിഞ്ഞുകൂടിയവർ എന്നതുകൊണ്ട്. ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു തആല അൻഹു തന്റെ ഫത്ഹുൽ ബാരിയിൽ പറയുന്നത്, ഖീല ലി ഫാത്തിമ അൽ ബത്തൂൽ ഇമ്മാ ലിൻഖിതാഇഹാ അനിൽ അസ്വാജി ഗൈരി അലിയിൻ, അലിയാര് തങ്ങളല്ലാത്ത മറ്റു ഭർത്താക്കന്മാർ ബഹുമാനപ്പെട്ടവർക്കില്ല, അല്ലെങ്കിൽ അവർ മറ്റുള്ള സ്ത്രീകളെക്കാളും സൗന്ദര്യത്തിലും ശ്രേഷ്ഠതയിലും മറ്റുള്ളവരിൽ നിന്ന് ഒഴിവായതുകൊണ്ടുമാണ് അങ്ങനെ പേര് ലഭിക്കാൻ കാരണമെന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു തആല അൻഹു. അപ്പോൾ സഹറ എന്നവരുടെ അടുത്ത സ്ഥാനപ്പേരാണ്, ബത്തൂൽ അവിടുത്തെ സ്ഥാനപ്പേരാണ്. മറ്റൊരു സ്ഥാനപ്പേരാണ് അൽ ഹൗറ ഉൽ ഇൻസിയ, ഭൂമി ലോകത്തുള്ള ഹൂരി പെണ്ണ്. നമ്മൾ നേരത്തെ ഹദീസ് ഓതിയല്ലോ. മുഅ്ജമുൽ കബീറിൽ ഇമാം തബറാനി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്, ആയിഷ റളിയല്ലാഹു തആല അൻഹയാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന മഹദി. ബഹുമാനപ്പെട്ടവർ പറയാ, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു, ഫാത്തിമത്തു ഹൗറാ ഉൻസിയ, ഭൂമി ലോകത്തുള്ള ഹൂരി പെണ്ണാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. എന്നിട്ട് വീണ്ടും പറയാ, ഫകുല്ലമ ഇഷ്തഖതു ഇലാ റായിഹത്തിൽ ജന്ന ശമംതു റായിഹത ഇബ്നതി ഫാത്തിമ, ഏതൊക്കെ സമയത്ത് സ്വർഗത്തിന്റെ സുഗന്ധം എനിക്ക് ലഭിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവോ ആ സമയത്തൊക്കെ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് ആ സ്വർഗത്തിന്റെ സുഗന്ധം എനിക്ക് അനുഭവപ്പെടുമായിരുന്നു. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ വരുമ്പോഴും, ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ കാണുമ്പോഴും, ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ നോക്കുന്ന സമയത്തൊക്കെ അവിടത്ത് നിന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്വർഗത്തിന്റെ സുഗന്ധം അനുഭവപ്പെടുമായിരുന്നുവെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് തന്നെ പറഞ്ഞു, ഫാത്തിമത്തു ഹൗറാ ഇൻസിയ, ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ഭൂമി ലോകത്തുള്ള ഹൂരി പെണ്ണുങ്ങളിൽപ്പെട്ടവരാണ്. വീണ്ടും അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അശുദ്ധമായ രക്തങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല, ഹൂറിലിങ്ങളിൽപ്പെട്ട പെണ്ണുങ്ങൾക്ക് ഉണ്ടാകാത്തതുപോലെ. അപ്പൊ എത്രമാത്രം ശുദ്ധയാണ് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ. അവിടുത്തെ മറ്റൊരു സ്ഥാന പേരാണ് സിദ്ദീഖ. മഹാന്മാര് പറയുന്നത് ലിഅന്നഹ, കാരണം അവിടുന്ന് ഒരിക്കലും അവിടുന്ന് കളവ് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് പരിശുദ്ധവതിയായ സത്യശ്രേഷ്ഠരായതുകൊണ്ട്, പൂർണ്ണ സത്യസന്ധതയുള്ളതുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് സിദ്ദീഖ് എന്ന പേരുള്ളത് പോലെ സ്ത്രീകൾക്കിടയിൽ മഹദിമാർക്കിടയിലുള്ള സ്ഥാനപ്പേരാണ് സിദ്ദീഖ. മറ്റൊരു സ്ഥാനപ്പേരാൽ മുബാറക്ക ലിളുഹൂരി ബറക്കത്തിഹ, അവിടുത്തെ ബറക്കത്ത് ലോകത്തെല്ലാ ആളുകൾക്കും വ്യക്തമാണ്. മറ്റൊരു സ്ഥാനപ്പേരാണ് സക്കിയ, ആത്മസംസ്കരണം ചെയ്യുന്നവർ, ആത്മശുദ്ധീകരണം വരിച്ചവർ. ലിഅന്നഹ കാനത്ത് അസ്കാ ഉൻത അറഫത്ഹൽ ബശരിയ, മനുഷ്യകുലത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും ഉന്നതമായ ആത്മസംസ്കരണം നേടിയെടുത്തവരാണ് മഹദിയായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ. മറ്റൊരു സ്ഥാനപ്പേരാണ് അൽ മർദിയ, ലിഅന്നല്ലാഹ സയർദിഹ ബിമൻഹിഹ ഹഖ്ഖ ശഫാഅ. ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഷഫാഅത്തിന്റെ അധികാരം, അതിന്റെ അവകാശം നൽകിയിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരുടെ തൃപ്തി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വ്യക്തമാക്കും, ഫാത്തിമ ബീവിയെ സംതൃപ്തയാക്കും. അത് വഫാത്തിനെ കുറിച്ചുള്ള കാര്യം വിശദീകരിക്കുമ്പോൾ നമുക്ക് വിശദീകരിക്കാം ഇൻഷാ അല്ലാഹ്. മറ്റൊന്ന് അൽ മുഹദ്ദസ, ലിഅന്നൽ മലായികത കാനത് തുഹദ്ദിസുഹാ. ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ മറ്റൊരു പേരാണ് അൽ മുഹദ്ദസ. കാരണം മലക്കുകൾ ബഹുമാനപ്പെട്ടവരോട് സംസാരിക്കുമായിരുന്നു. മറ്റൊന്ന് അൽ ഹാനിയ, ലിഅന്നഹാ കാനത് തഹിന്നു ഹനാനൽ ഉമ്മി അലാ അബീഹാ النبي صلى الله عليه وسلم وبعلها علي وأولادها سيدنا الحسن وسيدنا الحسين رضي الله عنهم والأيتام والمساكين. ബഹുമാനപ്പെട്ടവർ ഒരു ഉമ്മാനെ പോലെ
അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാര്യത്തിലും കൃപയുള്ളവരായിരുന്നു. ഭർത്താവിൻ്റെ കാര്യത്തിലും അതുപോലെ മക്കളുടെ കാര്യത്തിലും യതീമക്കളുടെ കാര്യത്തിലും മിസ്കീന്മാരുടെ കാര്യത്തിലും ബഹുമാനപ്പെട്ട മഹദിക്ക് വല്ലാത്ത കൃപയായിരുന്നു. അതുകൊണ്ട് ബഹുമാനപ്പെട്ടവർക്ക് ആ സ്ഥാനപ്പേരുണ്ട്. മറ്റൊരു പേരാണ് അൽ ഉമ്മുൽ അഇമ്മ. ഉമ്മുൽ അഇമ്മ, അഇമ്മത്തിൻ്റെ ഉമ്മ. കാരണം ലോകത്തെ 12 ഇമാമിങ്ങളുടെയും ഉമ്മയാണ് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ. ഇമാം ഹസൻ റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു, സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു, മുഹമ്മദ് ബാഖർ റളിയല്ലാഹു അൻഹു തുടങ്ങി അലി റളിയല്ലാഹു തആല അൻഹു അല്ലാത്ത ഇമാമിങ്ങളുടെ ഉമ്മയാണല്ലോ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ. അതുകൊണ്ട് അത്താഹിറ, പരിശുദ്ധവതി, ശുദ്ധിയുള്ളവർ, അൽ മൻസൂറ, സഹായിക്കപ്പെടുന്നവർ, അർ റൈഹാന, അൽ ബിൽഅ, ഇതൊക്കെ അവരുടെ പേരാണ്. അതുപോലെ വളരെ പ്രസിദ്ധമായ ഒരു പേരാണ് ഉമ്മു അബീഹ, ഉപ്പാന്റെ ഉമ്മ. അതൊരു ഓമന പേരാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ നബിതങ്ങളാണ് ആ ഓമന പേര് നൽകിയത്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ വരുമ്പോൾ മർഹബൻ ബി ഉമ്മി അബീഹ എന്ന് പറയും. ഉപ്പാന്റെ ഉമ്മ വരട്ടെ. കാരണം ഖദീജ റളിയല്ലാഹു തആല അൻഹ വഫാത്തായി. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെറിയ കുഞ്ഞാകുമ്പോൾ ഉമ്മയില്ലാതെ, ഉമ്മ 6-ാമത്തെ വയസ്സാകുമ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെറിയ പ്രായത്തിൽ വഫാത്തായി. നബി തങ്ങളെ അവിടുന്ന് വളർത്തിയത്, ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വളർത്തിയത് അബൂ താലിബിന്റെ ഭാര്യയായ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട വളർത്തുമ്മയായ ഫാത്തിമയും റളിയല്ലാഹു തആല അൻഹ, ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹ, അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മ, അവരാണ് വളർത്തിയത്. പിന്നെ ഖദീജ റളിയല്ലാഹു തആല അൻഹ, പ്രിയപ്പെട്ട പ്രിയതമ ഉമ്മുൽ മുഅ്മിനീൻ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ, ബഹുമാനപ്പെട്ട ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ടവരായിരുന്നല്ലോ, ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യ. അതുപോലെ അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സർവ്വതും സമർപ്പിച്ച ഭാര്യ. അവിടുത്തെ വഫാത്തിന് ശേഷം അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നത് വരെ അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂടെ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുണ്ട്. ഒരു ഉമ്മ മകനെ സേവിക്കുന്നത് പോലെ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള ഖിദ്മത്തുകൾ ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, മർഹബൻ ബി ഉമ്മി അബീഹ, ഉപ്പാന്റെ ഉമ്മാക്ക് സ്വാഗതം. അത് ഒരു ഓമനപ്പേരായിരുന്നു. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ നൽകിയ പേര്. അവിടുന്ന് വളരെ ചുരുക്കിയാണ് നമ്മൾ പറയുന്നത്. ഇൻഷാ അല്ലാഹ് വഫാത്തിനെ കുറിച്ച് പിന്നെ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷുഐബ് അബീ താലിബിലുള്ള പ്രയാസവും നബി തങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ കണ്ടവരാണ് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിറാ ഗുഹയിൽ നുബുവത്ത് ലഭിക്കുന്ന സമയത്ത് പോയിരിക്കുമ്പോൾ ഖദീജ റളിയല്ലാഹു തആല അൻഹ രാത്രിയും പകലുമായി ആ മലയുടെ മുകളിലേക്ക് ഭക്ഷണവുമായിട്ട് ചെല്ലുമായിരുന്നു. അന്ന് ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു തആല അൻഹക്ക് 5 വയസ്സ്. തിരിച്ചു വരുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബിന്റെ പൊന്നുമോള് ചോദിക്കുമായിരുന്നു, ഉപ്പ എവിടെ? ഉപ്പാന്റെ കാര്യങ്ങൾ അന്വേഷിക്കുമായിരുന്നു. ആ കാര്യങ്ങളൊക്കെ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ ജീവിതത്തിൽ അവിടത്തേക്ക് ഓർമ്മയുണ്ട്. നബി തങ്ങളുടെ അടുത്തുനിന്ന് വരുന്ന ഖദീജ റളിയല്ലാഹു തആല അൻഹയെ കാത്തിരിക്കും ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ വിവരങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി. ഉപ്പാന്റെ വർത്തമാനം എന്താ? ഉപ്പ എന്താണ് ചെയ്യുന്നത്? ഉപ്പാക്ക് ഭക്ഷണം നൽകിയോ? അങ്ങനെ അവസാനം അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് വന്ന് സമ്മിലീനി
യാ ഖദീജ, ഖദീജ നിങ്ങൾ എനിക്ക് പുതപ്പിട്ട് മൂടുക എന്ന് പറഞ്ഞ് അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തണുത്ത് വിറച്ച് പനി ബാധിച്ച സമയത്ത് ചെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖദീജ റളിയല്ലാഹു തആല അൻഹ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കണ്ണീരൊലിപ്പിക്കുന്ന പൊന്നുമോള് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ. പിന്നീട് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നുബുവത്തിന് ശേഷമുള്ള ഓരോ സമയങ്ങളിലും ജബൽ അബീ ഖുബൈസിന്റെ മുകളിൽ കയറിയിട്ട് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കക്കാരോട് നുബുവത്തിന്റെ കാര്യം പ്രഖ്യാപിച്ച സമയത്തും, അത് കഴിഞ്ഞിട്ട് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ശിഅബ് അബീ ത്വാലിബിൽ കുടുംബത്തോടൊപ്പം അവരെ ബഹിഷ്കരിച്ച സമയത്ത് നബി തങ്ങൾ ഭക്ഷണമൊന്നും കഴിക്കാൻ കഴിയാതെ, ഒന്നും ലഭിക്കാനില്ലാതെ വൃക്ഷത്തിന്റെ ഇലകളും മറ്റും മനുഷ്യന്മാർ പോലും കഴിക്കാത്ത, മൃഗങ്ങൾ പോലും കഴിക്കാത്ത ഇലകൾ കഴിച്ച് ഭക്ഷണം വിശപ്പടക്കുന്ന സമയത്ത് ആ പ്രയാസം സഹിക്കാനും ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ കൂടെ ഉണ്ടായിരുന്നു. മറ്റൊരിക്കൽ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൽ ഹറമിൽ സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, സുന്നത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സുജൂദിലേക്ക് പോയ നബി തങ്ങളുടെ കഴുത്തിലേക്ക് അബൂജഹലിന്റെയും ഉത്ബത്തിന്റെയും ഷൈബത്തിന്റെയും ഒക്കെ അവരെല്ലാം കൂടെ കൂടിയിട്ട് 6 പേരടങ്ങുന്ന സംഘം നബി തങ്ങളുടെ കഴുത്തിലേക്ക് ഒട്ടകത്തിന്റെ കുടൽമാല വാരിയിടുമ്പോൾ അവിടെ ചെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കഴുത്തിൽ നിന്ന് ചീഞ്ഞളിഞ്ഞ പുഴുക്കളരിക്കുന്ന ഒട്ടകത്തിന്റെ കുടൽമാല മാറ്റിയിട്ടത് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയാണ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയാണ്. അതുപോലെ നബി തങ്ങൾ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ശത്രുക്കളും മണ്ണ് വാരിയിട്ട് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിലേക്ക് വന്നപ്പോൾ പൊന്നും ഹബീബിനെ പിടിച്ചിരുത്തി അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിലേക്ക് വെള്ളം ഒഴിച്ച് അള്ളാഹുവിന്റെ ഹബീബ് തങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുളിപ്പിച്ച് അവിടത്തേക്ക് വേണ്ടത് ചെയ്തു കൊടുത്തത് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയാണ്. വള്ളത്തോൾ നാരായണമേനോൻ പോലും അത് പാടിയിട്ടുണ്ട്. ഇതൊക്കെയാവാം നിനവ് 1300 കൊല്ലത്തിനു മുമ്പൊരിക്കൽ മക്കായിലെ വഴിയൊന്നിലൂടെ നടന്നു പോകും നബി തൻ മനസ്സിൽ. ഇദ്ധൂളി കൊണ്ടോ കളിയാക്കൽ കൊണ്ടോ മുഖാപമങ്ങാതയഭങ്ങ സ്വത്വം മണ്ണിൽ കുളിച്ചോരു ഗജം കണക്കെ മന്നം കടന്നാത്മഗ്രഹത്തിലെത്തി. ആമൂർദ്ധപാദം പൊടിമൺ പുരണ്ട പിതാവിനെ കണ്ടതി വെമ്പലോടെ താൻ കുളിപ്പിപ്പതിനായി മുതിർന്നു തണ്ണീർ കുടം കൊണ്ടടലാണ്ട പുത്രി. പിടിചിരുത്തിച്ചളി പോക്കവാനായി പകർന്ന കുംഭോദകമോടുകൂടെ താതന്റെ ഗാത്രങ്ങളിലാപതിച്ചു കുമാരിയാൾ തൻ ചുടുകണ്ണീരും മാലാർന്നു കേഴും മകളത്തലോടി കൊണ്ടാശ്വസിപ്പിച്ചു സുശാന്തശീലൻ. നിന്നച്ചനക്കാത്തരുളാതിരിക്കില്ലല്ലാഹു പാരിൽ കരയായിക കുഞ്ഞെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തേക്ക് ഹിജ്റ പോയി. ഹിജ്റ പോകുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ മോളെയും പോലും കൂട്ടിയിട്ടില്ല. മദീനത്തേക്ക് പോകുമ്പോൾ ഖദീജ റളിയല്ലാഹു തആല അൻഹ അതിനിടക്ക് വഫാത്തായി. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാക്ക് കൂട്ടായിട്ട് പിന്നെ അവിടുത്തെ ജ്യേഷ്ഠത്തിമാരാണ് ഉണ്ടായിരുന്നത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നുമോള് മദീനത്തേക്ക് ഹിജ്റ പോകുമ്പോൾ അവിടുത്തെ കൂടെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളില്ല. അല്ലാഹുവിന്റെ ഹബീബ് ആദ്യം പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലിയാർ റളിയല്ലാഹു അൻഹുവിനോട് ഏൽപ്പിച്ചിരുന്നു. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയും മറ്റുമൊക്കെ മദീനത്തേക്ക് പറഞ്ഞേക്കാൻ വേണ്ടി. അങ്ങനെ ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ പ്രിയപ്പെട്ട സഹോദരി ഉമ്മു കുൽസും റളിയല്ലാഹു തആല അൻഹയുടെയും അതുപോലെ ഉമ്മുൽ മുഅ്മിനീൻ സയ്യിദത്തുന സൗദ റളിയല്ലാഹു തആല അൻഹ അവരുടെയൊക്കെ കൂടെ സെയ്ദ് ഇബ്നു ഹാരിത റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സേവകനായിരുന്ന സെയ്ദ് ഇബ്നു ഹാരിത റളിയല്ലാഹു തആല അൻഹു ഇവരൊക്കെ കൂടെയാണ് മദീനത്തേക്ക് ഹിജ്റ പോയത്. അതുപോലെ ആയിഷ റളിയല്ലാഹു തആല അൻഹയുണ്ടായിരുന്നു.
പിന്നെ ബഹുമാനപ്പെട്ട മഹദിയുടെ പ്രിയപ്പെട്ട പരിശുദ്ധമായ കല്യാണം മദീനത്തിൽ ചെന്ന് ബദറും കഴിഞ്ഞതിന് ശേഷമാണ് അലി റളിയല്ലാഹു തആല അൻഹുമായിട്ടുള്ള കല്യാണം ഉണ്ടായത്. ഒരു ദുൽഖഅദയിലാണ്. ബദറിന്റെ ശേഷം ആണത്. അലി റളിയല്ലാഹു തആല അൻഹയുമായിട്ടുള്ള കല്യാണം നടക്കുന്നത് വളരെ പ്രസിദ്ധമാണ്. അലി റളിയല്ലാഹു തആല അൻഹു മദീനത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ, മസ്ജിദ് നബവിയുടെ അടുത്ത്, ഇന്നത്തെ മസ്ജിദ് നബവിൻ്റെ ഉള്ളിലാണതല്ലോ, ഒരു ചെറിയ പുല്ലിൻ്റെ വീട്, ചെറിയൊരു കൂര, ആ കൂരയിൽ താമസിക്കുക. ബഹുമാനപ്പെട്ടവരുടെ ജോലി മലയുടെ മുകളിൽ ചെന്ന്, ഉഹദ് മലയുടെയും മറ്റു മലകളുടെയൊക്കെ മുകളിൽ ചെന്ന് പുല്ല് കൊണ്ടുവന്ന് ഒട്ടകത്തിന് കെട്ടായിട്ട് വിൽക്കുക. ഇവിടെയൊക്കെ കാണാം, ഒട്ടകത്തിനുള്ള, അറബി നാട്ടുകളിലൊക്കെ കാണപ്പോഴും ഒട്ടകത്തിനുള്ള പുല്ലുകെട്ട്. ഒരു കെട്ട് നൽകിയ എത്ര വില, അങ്ങനെ അങ്ങാടിയിൽ കച്ചവടം ചെയ്തിട്ട് വിൽക്കുക. ഒറ്റക്ക് താമസിക്കുന്നു. കാരണം ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു തആല അൻഹ എന്ന് പറയുന്ന ഉമ്മ വഫാത്തായി മദീനത്ത് വെച്ച്. അബൂ താലിബ് മക്കത്ത് തന്നെ വഫാത്തായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് അലി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത്. ബഹുമാനപ്പെട്ട ഒരു പുല്ലൊക്കെ അരിഞ്ഞ് കച്ചവടം ചെയ്ത് തൻ്റെ വീട്ടിൽ കടന്നുറങ്ങുന്ന സമയത്ത് ഉമ്മു ഐമൻ ബീവി റളിയല്ലാഹു തആല അൻഹ വന്നിട്ട് പറയാം, നിങ്ങളെ അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ടുള്ള ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയും നിങ്ങളുമായിട്ടുള്ള കല്യാണം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു, അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട്, അതിനുള്ള അർഹനാണോ ഞാൻ? എന്നാലും നിങ്ങളെ വിളിക്കുന്നുണ്ട്, നിങ്ങൾ പെട്ടെന്ന് ചെല്ലണം. മദീനത്ത് മസ്ജിദ് നബവിയിലേക്ക് ചെന്നപ്പോൾ അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും കാത്തിരിക്കുന്നു. ഉടനെ പറഞ്ഞു, അങ്ങുമായിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എൻ്റെ മോളെ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. നിങ്ങളുടെ കൂടെയുള്ള മഹറിന് നൽകാനുള്ളത് പറയണം. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഒന്നും തരാനില്ല, എൻ്റെ കയ്യിലുള്ളത് ഒരങ്കിയാണ്. ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ആ സമയത്ത് ആ അങ്കി വാങ്ങിച്ചു, അതിന് പണം നൽകി. തിരിച്ച് രണ്ടാമത് ആ അങ്കി തന്നെ തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് ഞാൻ ഹദിയായിട്ട് തിരിച്ചും തന്നു. മദീനത്തെ മസ്ജിദ് നബവിയിൽ വെച്ച് അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നുമാളുമായിട്ടുള്ള കല്യാണം നടന്നു. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ നിക്കാഹ്. അവിടെ അവർക്ക് ബഹുമാനപ്പെട്ട മഹദി റളിയല്ലാഹു തആല അൻഹയെ ഒരുക്കാൻ വേണ്ടി ഉമ്മു ഐമൻ ബീവി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു. ഉമ്മു ഐമൻ ബീവി റളിയല്ലാഹു തആല അൻഹ ബഹുമാനപ്പെട്ടവർക്കുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കി അലി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വീട്ടിലേക്ക് ചെന്നു. രാത്രി ഇശാ നമസ്കാരമൊക്കെ കഴിഞ്ഞ് അലി റളിയല്ലാഹു തആല അൻഹു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ തൻ്റെ വീട്ടിലുള്ള കയറുകൊണ്ടുണ്ടാക്കിയ ആ കട്ടിലിരുന്ന് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ കരയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പുതപ്പും പുല്ല് നിറച്ച ഒരു തലയിണയും നൽകിയിട്ടുണ്ടായിരുന്നു, ഒരു തോൽപാത്രം. അപ്പൊ ഈ കട്ടിലിരുന്ന് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വീട്ടിലുള്ള കട്ടിലിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ കണ്ടപ്പോൾ അലി റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, എന്താ കരയുന്നത്? നിങ്ങൾ എൻ്റെ വീട്ടിലുള്ള ഈ സൗകര്യം കണ്ടിട്ട് പ്രയാസപ്പെട്ടുകൊണ്ടാണോ നിങ്ങൾ അവിടെ നിന്ന് കരയുന്നത്? ഈ കയറിൻ്റെ കട്ടിലും അതുപോലെ അങ്ങയുടെ ഉപ്പ എൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമ്മാനമായി നൽകിയ പുല്ല് നിറച്ച തോലിൻ്റെ തലയിണയും അതുപോലെ പുതപ്പും, ഈ പുതപ്പും കണ്ടിട്ടാണോ, ഈ സൗകര്യം ഉണ്ടായത് കൊണ്ടാണോ? പുല്ലിൻ്റെ മേടയാണ് വീട്. അപ്പോൾ പറഞ്ഞു, അല്ല, ഈ യാത്രായാത്രയെക്കുറിച്ച് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചോദിക്കൂലേ? അതേക്കുറിച്ച് ആലോചിച്ചിട്ട് ഞാൻ കരയാണ്. എന്ത് ശുക്റാണ് നമുക്ക് ചെയ്യാൻ കഴിയുക എന്ന്. അപ്പോൾ പറഞ്ഞു, എന്നാ ഞാനും അതേക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. രണ്ടുപേരും അന്ന് വുളൂ ചെയ്ത് നേരം വെളുക്കുന്നത് വരെ ഇബാദത്ത് ചെയ്തു.
ഇതാണ് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെയും അലിയാർ തങ്ങളുടെയും ആദ്യ രാത്രി. അവർക്കുണ്ടായ മക്കളാണ് ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹു. രണ്ടുപേരെ കുറിച്ചും അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് നമുക്കറിയാം. പിന്നെ മുഹ്സിൻ എന്നൊരു കുട്ടി ഉണ്ടായിരുന്നു, ചെറിയ കുട്ടിയാകുമ്പോൾ വഫാത്തായി. പിന്നെ രണ്ട് പെൺമക്കൾ, ബഹുമാനപ്പെട്ട സയ്യിദത്തുന സൈനബ് റളിയല്ലാഹു അൻഹ, സയ്യിദത്തുന ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത